Good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ നമ്മള് നാബ് കീ പെർഫോമൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് 10 ഫോർമുല നമ്മളെ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ഈ ഫോർമുലാസ് ഒക്കെ 10th വരെ എടുത്തു. ശരി, ഓക്കെ. അപ്പൊ നമ്മള് ഈ ഫോർമുലാസ് ഒക്കെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ നാബ് ഈ ഹോസ്പിറ്റലുകള് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഒക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ എന്താണ് ഈ നമ്മള് അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ അതിന് കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾക്ക് ഒരു സൂചകമാണ്. ഹോസ്പിറ്റലുകളെ അവര് മോണിറ്റർ ചെയ്യുന്ന ഒരു സൂചകങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ പെർസെന്റേജ് നോക്കി അതനുസരിച്ചിട്ട് വേണം, അതനുസരിച്ചാണ് നാബൊക്കെ ആ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ 10 എണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. അതിനകത്ത് ഫസ്റ്റ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം ഇങ്ങനെ ഫോർമുല എങ്ങനെയായിരുന്നു? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. മൊത്തം അഡ്മിഷനുകളുടെ എണ്ണം ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അടുത്ത് പറഞ്ഞത് 4th വണ്ണാണ്. 4ാമത്തെ മെഡിക്കേഷൻ ഇറർ റേറ്റ്. വിശക്കുള്ള മരുന്നുകളുടെ എണ്ണം. ഫോർമുല എങ്ങനെയാ? total number of medication errors divided by total number of opportunities of medication error. medication error വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുള്ള മരുന്നുകളുടെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് എത്രയാണ്? 7th വണ്ണാണ് അല്ലെ. ഒപിയിലേക്ക് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഒപി. ഒടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാത്ത റിട്ടേണുകളുടെ എണ്ണം. അപ്പൊ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പോസ്റ്റ് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മുടെ ഡിബ്രിഡിമെന്റ് പറഞ്ഞു, സെക്കൻഡറി സ്റ്റ്യൂട്ടറിങ് പറഞ്ഞു, എംബോലക്ടോമി പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം വീണ്ടും ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ ഈ സർജറി ചെയ്യുന്നതിനൊക്കെ വേണ്ടി തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ എണ്ണം, അതിന്റെ പെർസെന്റേജ് കാണുന്ന എങ്ങനെയാ? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഒടി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായ മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് 9th വണ്ണാണ് അല്ലെ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഏതാണ്? നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് മാച്ച് ഒക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റിസീവ് ചെയ്യുമ്പോഴൊക്കെ ഡോണറിന്റെയും റെസിപ്പിയന്റിന്റെയും ഒക്കെ എന്താ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇത് നോക്കും. അതിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ. അപ്പൊ ആ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അതിന്റെ എണ്ണം നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ 10th ആണ് പറഞ്ഞത്. 10 കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. 10th വൺ എന്താണ്? അതൊന്ന് നോട്ട് ചെയ്തോ. സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഓഫ് ICU. ICUയിലുള്ള മരണനിരക്ക് എങ്ങനെ കണ്ടുപിടിക്കണേ? ആക്ച്വൽ 10 കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. 10th വൺ കൂടി. ഓക്കെ. അപ്പൊ എങ്ങനെ? ആക്ച്വൽ ഡെത്ത് ഇൻ ICUയില് യഥാർത്ഥത്തിൽ സംഭവിച്ച ഡെത്ത് അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് ഡെത്ത് ഇൻ ICUയില് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത, നമ്മൾ ഏകദേശം മരിക്കുമെന്ന് ഉറപ്പുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. 10 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന് 1, 4, 7, 9, 10 ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്തത് ഇന്ന് നമ്മൾ നോക്കുന്ന 11ാമത്തെ ഇക്വേഷൻ ആണ് നോക്കുന്നത്. ഓരോന്ന് ഇതുപോലെ ഞാൻ പറയാം കേട്ടോ. നോട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് പറയാം. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ ഫൈനൽ ഒന്നുകൂടി
ഞാൻ ക്ലാസ് ഇതിന്റെ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾ ടിക്കറ്റ് തന്നെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. Return to the emergency department within 72 hours. 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം അതെങ്ങനെയാ? സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വന്ന പേഷ്യൻസ്, മടങ്ങി വരവ്, അതാണ്. അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. കണ്ടോ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആ ന്യൂമറേറ്ററിലേക്ക് എടുത്തെഴുതാം. Then divided by അതിന് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യന്റ് who have come to the emergency. എമർജൻസിയിൽ വന്ന പേഷ്യൻസിന്റെ മൊത്തം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എമർജൻസിയിൽ വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നിങ്ങൾ ആൻസർ നോക്കുക കേട്ടോ. എന്തായാലും ഇപ്പൊ ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് ചെയ്ത എല്ലാവരും ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവരുണ്ടോ? ക്ലാസ്സിൽ ചെയ്ത് നോക്കിയവരുണ്ടോ? ക്വസ്റ്റ്യൻസിന്റെ ആ ഫോർമാറ്റ് കിട്ടിയില്ലേ? എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്ന് തന്നെ ഓപ്ഷൻസിൽ ഇങ്ങനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലാക്കിയിട്ടോ ഇനി ഡിവൈഡ് ചെയ്യുന്നതിന് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് തരുന്നത്. ആരും ചെയ്ത് നോക്കിയില്ലേ നിങ്ങൾ? ബിനോയ് എസ് ഇട്ടിട്ടുണ്ട്. വേറെ ആരും മോക്ക് ടെസ്റ്റ് ഇട്ടിട്ട് ചെയ്ത് നോക്കിയില്ല? അപ്പൊ നിങ്ങൾക്ക് അത് എസ് പ്രിൻസി ഇവിടെ കമ്പിട്ടിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ആ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് മിക്കവാറും എല്ലാത്തിലും ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ 11th ആണ് നമ്മൾ പറഞ്ഞത്. നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സമാന കംപ്ലൈന്റ്സുമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ മടങ്ങി വന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, എമർജൻസിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ 12. Incidence of hospital associated pressure ulcers after admission. പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റർ, ഇത് ഞാൻ വായിക്കാം എന്നിട്ട് അതിന്റെ ഇത് പറയാം കേട്ടോ. എ പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇൻജുറി ടു ദ സ്കിൻ and or underlying tissue normally over a bony prominence as a result of pressure or pressure in consolidation with the ഇന്നാണോ? ഇന്ന് രാവിലത്തേക്ക് നിങ്ങക്ക് കിട്ടൂലേ? മോർണിംഗിന് കിട്ടൂ. അപ്പൊ നിങ്ങള് ക്ലാസ്സിലായിരുന്നു അല്ല? നിങ്ങക്ക് രാവിലെ കിട്ടൂലേ? മോർണിംഗില് 10 മണിയൊക്കെ ആകുമ്പത്തേക്കും കിട്ടൂലേ? ഇത് കിട്ടില്ല. അപ്പൊ ബിനോയൊക്കെ എങ്ങനെ ചെയ്തു? ഇപ്പോഴത്തെ ഓക്കെ, നിങ്ങൾ കിട്ടുന്നതിന്റെ അനുസരിച്ച് ചെയ്യാട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെയാണ്. നോക്കിയേ, കൺസോളിഡേഷൻ വിത്ത് ഷിയർ ആൻഡ് ഓർ ഫ്രിക്ഷൻ. ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീനിങ് സിസർ എന്നാണ് കേട്ടോ, കത്രിക. ഷിയർ ആൻഡ് ഓർ ഫ്രിക്ഷൻ, ഘർഷണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ സർജറി ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഈ സിസർ കത്രികയൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രഷർ ഒന്ന് ആഞ്ഞ് അല്ല നമ്മുടെ സ്കിന്നിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിന്റെ മോക്ക് ടെസ്റ്റ് ഇന്നലെ വന്നുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. ക്വസ്റ്റ്യന്റെ ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കിടക്കണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനാ പറഞ്ഞത്. മിക്കവാറും ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ന്യൂമറേറ്ററിലേക്ക് കിടക്കുന്നത്. നിങ്ങളത് പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതിന്റെ വന്നിട്ടില്ല. ഓക്കെ,
ഫോർമുല ആണോ? ഓക്കെ. ക്വസ്റ്റ്യൻസ് ഇന്നലെ തന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയില്ലെങ്കിൽ കിട്ടൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? വന്നിട്ടില്ല, വരൂ കേട്ടോ. കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ. ഞങ്ങൾ റെഗുലർ ക്ലാസ് കഴിയുമ്പോൾ തന്നെ കൊടുക്കുന്നതാണ് 5 ക്വസ്റ്റ്യൻ വീതം. അത് ഇന്നത്തേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ സിസർ സർജറി ഒക്കെ ചെയ്യുമ്പോഴും സിസർ അതുപോലെ എന്തെങ്കിലും ഹർഷണമൊക്കെ മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ പ്രഷറിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂ അതിനൊക്കെ മുറിവുണ്ടാകുന്നത്, അതിനെയാണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഭാഗത്തിന് സ്കിന്നിനോ അല്ലെങ്കിൽ ടിഷ്യൂസിനൊക്കെ എന്തെങ്കിലും മുറിവ് വരികയാണെങ്കിൽ സിസേഴ്സിന്റെ ഇതുകൊണ്ടോ ഒക്കെ മുറിവ് വന്നതിനെയാണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഒരു നെഗറ്റീവ് ഇതാണ് ഹോസ്പിറ്റലിൽ, അല്ലെ? നമ്മളിപ്പോ എല്ലാവരും പെർഫെക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ചെയ്യുന്ന സർജറിക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അപ്പൊ അതിന്റെ റേറ്റ് നോക്കും. അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ ആണ് കേട്ടോ അവിടെ. ന്യൂ ഓർ വേർഡ്സണിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വഷളാകുന്ന, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഇതാണ്. വഷളാകുന്ന ഇതാണ് വേഴ്സണിങ് ഓഫ് പ്രഷർ അൾസർ. അത് അവിടെ ഓർന്നാക്കാം കേട്ടോ. Number of patients who develop new or worsening of pressure ulcer divided by എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ്, ആ ഒരു ഡേയിലുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ സർജറിക്കൊക്കെ വിധേയമായിട്ട് ഇങ്ങനെയുള്ള കംപ്ലൈൻസ്, ഇങ്ങനെ മുട്ടൊക്കെ ഉണ്ടായ പേഷ്യൻസിന്റെ എണ്ണം അതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ, ആ ഡേയിലുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. 13ാമത്തെ സെയിം ഇത് തന്നെയാണ്. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട്. അപ്പൊ നമ്മുടെ യൂറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ യൂറിനറി കത്തീറ്റർ യൂസ് ചെയ്യും. അത് നമ്മൾ ലോങ് ടേം ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ പല ഇൻഫെക്ഷൻസ് നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ പഠിച്ചില്ലേ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷന് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കും. അങ്ങനെ യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചിട്ട് എത്ര പേർക്കൊക്കെ ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് നോക്കും. ഓക്കെ. ഫോർമുല എന്താ? നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTI എന്ന് വെച്ചാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഷോർട്ട് ഫോം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. ആ ഒരു മാസത്തില് യൂറിനറി കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായ ആ പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ മാസത്തില് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ച പേഷ്യൻസിന്റെ എണ്ണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ എന്ന് വെച്ചാൽ എന്താ? ആ യൂറിനറി കത്തീറ്ററിന്റെ എണ്ണം, അതായത് അത് ഉപയോഗിച്ച പേഷ്യൻസിന്റെ എണ്ണം ആ ഒരു മാസം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs in a month divided by number of urinary catheter days in that month into 1000. Okay. ഫോർമുലാസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ആൻസറിൽ തന്നെ അല്ല ക്വസ്റ്റ്യനിൽ തന്നെ 1000 കേട്ടോ. 1000 ആണേ. ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ന്യൂമറേറ്റർ അവിടെ മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. അത് മിക്കവാറും ഓപ്ഷനിൽ ശ്രദ്ധിക്കുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്റർ ചിലപ്പോൾ ന്യൂമറേറ്ററിലേക്കൊക്കെ തരാം. അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ഒരു ഇക്വേഷൻസിൽ വ്യത്യാസപ്പെടുത്തിയൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഓപ്ഷനിൽ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മളത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മിക്കവാറും എല്ലാ ഇക്വേഷൻസിലും നമ്മുടെ ആ ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ന്യൂമറേറ്റർ ഏതാണെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ. നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs in a month divided by the number of urinary catheter days in that month into 1000. ഓക്കെ. അടുത്ത് നോക്കിയേ 14.
വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് ടിക്കറ്റ് വെച്ചോട്ടോ. അത് 14ാമത്തെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ന്യൂമോണിയ റേറ്റ്. നമ്മള് വെന്റിലേറ്റർ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടല്ലേ, ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെയാന്ന് തോന്നുന്നു വെന്റിലേറ്റർ വരുന്നത്. അപ്പൊ വെന്റിലേറ്ററിൽ ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ഇത് ന്യൂമോണിയ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ദീർഘനാള് വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പഠിച്ചില്ലേ. അപ്പൊ അതിനകത്ത് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമോണിയ റേറ്റ് കാണുന്ന ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ എന്താ ചെയ്യണ്ടേ, നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ മാസത്തില് ഉപയോഗിച്ച വെന്റിലേറ്റർ ഡേയ്സ്, അതായത് ആ മാസത്തില് നമ്മള് ഉപയോഗിച്ച വെന്റിലേറ്റർ ഡേയ്സ്, അതായത് വെന്റിലേറ്റർ ഉപയോഗിച്ച ആ പേഷ്യൻസിന്റെ എണ്ണാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, ഫോർമുല നോക്കുക കേട്ടോ. Number of ventilator associated pneumonia in a month divided by number of ventilator days in that month into 1000. അപ്പൊ 14ാമത്തെ ഒന്ന് ടിക്കറ്റ് വെക്കുക കേട്ടോ. ഇനി അടുത്ത നോക്കിയേ 15, 15ാമത്തെ നോക്കിയേ. നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിന്റെയൊക്കെ പെർസെന്റേജ് അവർ നോക്കിയിട്ടാണ് അതിനനുസരിച്ചുള്ള അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ വെന്റിലേറ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ അങ്ങനെ അതിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതാണ്. അടുത്തത് നോക്കി നിങ്ങൾ 15, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, ബ്ലഡ് സ്ട്രീം എന്ന് വെച്ചാൽ രക്തയോട്ടം, രക്തപ്രവാഹം അല്ലെ, അതിന്റെയൊക്കെ ഇൻഫെക്ഷൻ റേറ്റ്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ മാസത്തില് ഉള്ള സെൻട്രൽ ലൈൻ ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ട ബ്ലഡ് സ്ട്രീമിലെ ഇൻഫെക്ഷൻ റേറ്റ്. അപ്പൊ ബ്ലഡ് സ്ട്രീമിലെ ഇൻഫെക്ഷൻ റേറ്റ് നോക്കും. അപ്പൊ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് അത്ര ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ പെർസെന്റേജും ഇതുവരെ നാബ് നോക്കുന്ന ഒരു മാനദണ്ഡത്തിൽ വരുന്നതാണ്. അടുത്ത് നോക്കിയേ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അതും ഒന്ന് ടിക്കറ്റ് വെച്ചോ കേട്ടോ. 14 കഴിഞ്ഞ 16, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. നമ്മൾ ഇതും പഠിച്ചല്ലോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ. ഏതിനകത്താ? CSSD-യില് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ ഓൾറെഡി SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ എക്യുപ്മെന്റ്സുകളൊക്കെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ സർജറി ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ റേറ്റ് കൂടുതലാണെങ്കിൽ എന്താ അവിടെ മീൻ ചെയ്യുന്നേ? അവര് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഇത് കാണാനുള്ള ഫോർമുല നോക്കി. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസം, ആ ഒരു മാസത്തില് റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ മാസം മൊത്തം നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആ ഒരു മാസത്തില് റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ നമ്പർ, അതിനെ മൊത്തം സർജറികള് നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്, ആ മാസം മൊത്തം നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ 14, 16 രണ്ട് ടിക്കറ്റ് വെച്ചോ കേട്ടോ. ഇത് ഫുള്ള് കഴിയുമ്പോ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ.
എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ, കറക്റ്റ് നിങ്ങൾ ടിക്കറ്റ് ഇതൊക്കെ കറക്റ്റ് ഇത് തന്നെയല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ലാസ്റ്റ്. അടുത്ത നോക്കിയേ 17 ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് ഇതൊക്കെ വെറുതെ നമ്മൾ വായിച്ചു വിടാവുന്ന കാര്യമുള്ളൂ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കല്, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്ന റേറ്റ്. ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ മൊത്തത്തില് പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ ആക്ഷന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസിന്റെ അവസരങ്ങൾ, വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അതിന്റെ അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അതും ടിക്കറ്റ് കേട്ടോ, 17 ടിക്കറ്റ് വയ്ക്കുക. എങ്ങനെ ഫോർമുല ഒന്നുകൂടി നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോം. മൊത്തം അവിടെ പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ ആക്ഷനെ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി അവസരങ്ങള് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അടുത്തത് 18ാമത്തെ നോക്കിയേ, percentage of cases who received appropriate prophylactic antibiotics within the specified time frame. കേട്ടിട്ടുണ്ടോ? prophylactic antibiotics എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക്സ് that you take a prevent infection. ഇൻഫെക്ഷനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സിനെയാണ് prophylactic antibiotics എന്ന് പറയുന്നത്. ഇൻഫെക്ഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ്, അതിനാണ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയ ആന്റിബയോട്ടിക്സ് അതിന്റെ എങ്ങനെ പെർസെന്റേജ് നോക്കിയേ, പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ്, സ്വീകരിച്ചവര് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. ഒരു പ്രത്യേക ടൈം ലൈനില് ഈ പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്ത, അനുയോജ്യമായിട്ടുള്ള പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്ത ആ പേഷ്യൻസ്, അതിന്റെ എണ്ണം, അതിനെ നോക്കിയ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് പേഷ്യന്റ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ആ ഫോർമുല ഒന്നുകൂടി നോക്കാം. നിങ്ങളിപ്പോ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ, ആ കൂടെ ഒന്ന് വായിച്ചു പോകുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് prophylactic antibiotics divided by number of patients who underwent surgeries in the operation theatre. Operation theatre സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി 19ാമത്തെ നോക്കിയേ, അത് ടിക്കറ്റ് വെച്ചോ കേട്ടോ. 19 പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ചില കേസുകളിൽ സർജറി റീഷെഡ്യൂൾ ചെയ്യാറുണ്ട്, അല്ലെ, മാറ്റിവെക്കാറുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് പേഷ്യൻസിന് ഇനി എന്തെങ്കിലും ഇതായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ സർജറികൾ പോസ്റ്റ്പോൺ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി, ഇപ്പൊ നമ്മള് ഒരു ഇത് പറഞ്ഞു, അപ്പൊ ആ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ അവൈലബിൾ ആയിരിക്കണമല്ലോ. ചിലപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ ചിലപ്പോ നമ്മൾ സർജറി അവരുടെ അവൈലബിലിറ്റി ഇല്ലായ്മയും കൊണ്ടൊക്കെ, ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സർജറി ഒക്കെ ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത അങ്ങനെയുള്ള സർജറികളൊക്കെ ചിലപ്പോ പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ സർജറികൾ റീഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്, അത് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെയുള്ള ഒരു പെർസെന്റേജ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുമോ? ആദ്യം നമ്മളൊരു സർജറി പറഞ്ഞു, പിന്നെ അത് യാദൃച്ഛികമായിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക. ഇതെപ്പോഴും നമ്മൾ പറയുന്ന സർജറികളുടെ പോസ്റ്റ്പോൺ ചെയ്യുന്നതിന്റെ പെർസെന്റേജ് കൂടുതലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള ഇത് മാനേജ്മെന്റ് കറക്റ്റ് അല്ല എന്ന് പറയാം നമുക്ക് അവിടുത്തെ. അല്ലെങ്കിൽ നമ്മൾ അവരെ ക്വാളിറ്റി ഇതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ?
അപ്പൊ ഇങ്ങനെ ഈച്ച് ആൻഡ് എവരി ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കി ഇത്രയും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കണേന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കി റീഷെഡ്യൂളിംഗ് സർജറിയുടെ പെർസെന്റേജ് നമ്മൾ പറഞ്ഞത്. റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ, ക്യാൻസൽ ആയത്, ആൻഡ് പോസ്റ്റ്പോൺമെന്റ്. പോസ്റ്റ്പോൺമെന്റ് എന്ന് വെച്ചാൽ മാറ്റിവെച്ചത്, പോസ്റ്റ്പോൺമെന്റ് മാറ്റിവെച്ചത്, ക്യാൻസലേഷൻ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ക്യാൻസൽ ആയിപ്പോയ സർജറികൾ. ബിയോണ്ട് 4 hours, അത് 4 മണിക്കൂറിനപ്പുറം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ്പോൺമെന്റ് എന്നുള്ളത്, മാറ്റിവെച്ചത് എങ്ങനെയാ 4 മണിക്കൂറിനപ്പുറം ഓഫ് ദ സർജറീസ്. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എന്തെങ്കിലും ഇതുകൊണ്ട് നമുക്ക് സർജറിയുടെ ടൈം ഷെഡ്യൂൾ ചിലപ്പോൾ ഇത്തിരി നീങ്ങാം. അല്ലാതെ 4 മണിക്കൂർ കൂടുതലൊക്കെ പോസ്റ്റ്പോൺ ചെയ്തത് മാറ്റിവെച്ച സർജറികൾ. അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. നമ്മൾ പ്ലാൻ ചെയ്ത കേസുകളില്ലേ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് divided by total number of cases planned. റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണത്തെ നമ്മൾ ആ സർജറി പ്ലാൻ ചെയ്ത കേസുകൾ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് നമുക്കൊരു 10 അന്ന് ഒരു ദിവസം നമുക്കൊരു 20 സർജറി ഉണ്ടെങ്കിൽ അതില് നമ്മളൊരു 15 സർജറി പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റുമല്ലോ അവിടുത്തെ ഒരു മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ അതിനെ ഒരു അസസ് ചെയ്യാം. അങ്ങനെ ഹോസ്പിറ്റല് നല്ല ക്വാളിറ്റി കാര്യങ്ങള് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവര് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണത്തെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് കേസസ് പ്ലാൻ ചെയ്ത ആസൂത്രണം ചെയ്ത കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ 20, 20ാമത്തെ നോക്കിയേ. അപ്പൊ അതിനകത്തൊന്ന് അത് അണ്ടർലൈൻ ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. 17 പറഞ്ഞു, പിന്നെ 19 19ാമത്തെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി എന്നുള്ളത്. അടുത്ത് നോക്കിയേ 20 നോക്കിയേ. ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതായത് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ടേൺ അറൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ നമ്മൾ അത് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സമയം. അത് അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ബ്ലഡ് ബാങ്കിന്റെ ഒരു റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ നമ്മൾ ആ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത്, അതല്ലെങ്കിൽ അത് ക്രോസ് മാച്ച് കറക്റ്റ് ആയിട്ട് ക്രോസ് മാച്ച് ചെയ്ത് അത് റിസർവ് ചെയ്യാൻ, അത് സംഭരിച്ചു വെക്കാനായിട്ട് ക്രോസ് മാച്ച് ചെയ്ത് ക്രോസ് മാച്ച് ചെയ്ത് അത് റിസീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അത് ക്രോസ് മാച്ച് ചെയ്ത് റിസീവ് ചെയ്ത് ട്രാൻസ്ഫ്യൂഷന്റെ പറയുന്നുണ്ട് കേട്ടോ. അത് ആ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് വരെ അതിനു വേണ്ടി എടുക്കുന്ന ടൈം, അതിനാണ് ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. നോക്കിയേ, ടൈം taken to be calculated from the time the request is received in the blood bank. Blood bankil ninna ആ റിക്വസ്റ്റ് റിസീവ് ചെയ്തത് മുതൽ till the blood is cross matched, അത് മുതൽ എന്താ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത സമയം ഫോർ റിസർവ്ഡ് ആൻഡ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫ്യൂഷൻ, അല്ലെങ്കിൽ ക്രോസ് മാച്ച് ചെയ്ത് അത് റിസർവ് ചെയ്ത് അത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പാകത്തിനാക്കുന്ന ആ ഒരു ടൈം, അതന്നാണ് നമ്മൾ ശരിക്കും ക്രോസ് മാച്ച് എന്ന് പറയുന്നത്. ക്രോസ് മാച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡോണറിന്റെ റെസിപ്പിയന്റിന്റെ ഒക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ നോക്കി ഓക്കെ ആയിട്ടുള്ള ബ്ലഡുകളൊക്കെ നമ്മൾ കറക്റ്റ് ആക്കി വെക്കുന്നു, അതാണ് ക്രോസ് മാച്ച്. അപ്പൊ അതായത് ട്രാൻസ്ഫ്യൂഷന് റെഡി ആക്കി വെക്കുന്നു. ആ
സമയം വരെ എടുക്കുന്ന ആ ടൈം, അതുവരെ എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. നോക്കിയേ എങ്ങനെ ഫോർമുല നോക്കിയേ, സം ഓഫ് ദ ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. അവിടെ ഓർന്ന് എഴുതിക്കോട്ടോ, ഓർ. ഇത് രണ്ടാമത്തെ സ്ലാഷ് ഉദ്ദേശിക്കുന്നത് ഓർന്നാണ്. ആദ്യത്തെ ഡിവിഷന്റെയും സൈനാണ് അവിടെ കാണിച്ചേക്കുന്നത്. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. റിസർവ് ചെയ്ത അല്ലെങ്കിൽ ക്രോസ് മാച്ച് ചെയ്ത ബ്ലഡിന്റെ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിന്റെ ടോട്ടൽ എണ്ണം കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 20 20ാമത്തെ ക്വസ്റ്റ്യൻ അല്ല 20ാമത്തെ ഫോർമുല. ഇനി അടുത്ത 21, അത് ടിക്കറ്റ് വെച്ചോ. 21 നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. ICUലും വാർഡ്സിലും ഒക്കെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് വീതം എന്നുണ്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ പേഷ്യൻസിനെയും ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ICU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന, വളരെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസുകൾ. അപ്പൊ അവരെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരെയും കൂടി ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ള ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അതിന്റെ ഒരു പെർസെന്റേജ് എങ്ങനെ കാണുന്നത് നോക്കി. ഫോർമുല നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, അവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്, അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ബെഡിന്റെ എണ്ണം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ, പേഷ്യൻസ്. അപ്പൊ ഇത്രയും നേഴ്സിന് മൊത്തം നമ്മൾ ആ നേഴ്സിംഗ് സ്റ്റാഫിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്, അതായത് പേഷ്യൻസിന്റെ ആ എണ്ണം കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്യുക. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ്, ഇത്രയും ബെഡുകൾക്ക് ഇത്രയും നേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. 21ാമത്തെ ടിക്കറ്റ് വെക്കുക. ഓക്കെ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ് കാണുന്ന ഫോർമുല എങ്ങനെയാണ്, നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. ഇനി അടുത്തത് 22, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇതിൽ തന്നെ അറിയാലോ, നമ്മൾ കൺസൾട്ടേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം ഇതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം. നമ്മൾ ഡോക്ടറിനെ ഒക്കെ കാണാനായിട്ട് ഒരുപാട് ടൈം ഒക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു നെഗറ്റീവ് ഒരു ഇതാണ്. അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്തിട്ടും ഒക്കെ പോകുന്നത്. അപ്പൊ ആ കറക്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞ് ഇന്ന സമയത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കറക്റ്റ് സമയത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സമയം പേഷ്യൻസിനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ഇതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇതുള്ള കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ആ പേഷ്യൻസ് ഇവിടെ ഡീറ്റെയിൽ പറയുന്നുണ്ട്, ഞാനതൊന്ന് വായിക്കാം. വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ടൈം വിച്ച് വൺ ഷുഡ് വെയിറ്റ് in order for a specific action to happen. After that action is called for or mandated. എന്താ പറഞ്ഞേക്കുന്നേ, നമ്മളെ ഒരു നിശ്ചിത ലക്ഷ്യം, നമ്മുടെ എന്താ ലക്ഷ്യം, ഒരു ഗോൾ എന്താ, സ്പെസിഫിക് ആക്ഷൻ എന്താണ്, അവിടെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്പെസിഫിക് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുകയോ അത് നിർബന്ധമാക്കുകയോ ചെയ്തതിനു ശേഷം ആ ഒരു നിർദ്ദിഷ്ട പ്രവൃത്തി, അതായത് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ. ആ പ്രവൃത്തി അത് സംഭവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department. എവിടെ നിന്നുള്ള സമയം നോക്കിയേ, പേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് എത്തിയ സമയം മുതൽ ഉണ്ടാവും. ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ടുള്ള കാത്തിരിപ്പ് സമയം എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയത് മുതൽ അവിടുന്ന് എവിടെ വരിക,
till the time that the respected consultant begins the assessment. ആ respected consultant assessment മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന begins the assessment. ആ അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയം അതിനാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ലേ ഡോക്ടറിനെ ഒക്കെ കാണാനായിട്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഔട്ട് പേഷ്യന്റിൽ ചെന്ന സമയം മുതൽ ആ അസസ്മെന്റ് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡോക്ടർ അസസ്മെന്റ് തുടങ്ങുന്ന ആരംഭിക്കുന്ന ആ സമയം വരെ ആ അത്രയും ഇതിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല ഒന്ന് നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷന് വന്നിട്ടുള്ള ആ പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ്. മൊത്തം കൺസൾട്ടേഷനും അല്ലാതെ ഒക്കെ ആയിട്ട് മൊത്തം ഔട്ട് പേഷ്യന്റിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉണ്ടോ? അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല നോക്കി എങ്ങനെയാ? സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. ഇനി 23 നോക്കിയേ. 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിക്. അണ്ടർലൈൻ അത് ടിക്കിട്ട് വെച്ചോട്ടോ. 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ എന്താ? ഡയഗ്നോസ് ചെയ്യുക. ഡിസീസ് ഡയഗ്നോസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇതെല്ലാം ഒരേ രീതിയിൽ വരുന്നതാണ്. രോഗനിർണയം അല്ലെ? രോഗനിർണയം, ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വെയിറ്റിംഗ് ടൈം, അതിന് വേണ്ടി ചെലവഴിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാ? OP-യിലായിരുന്നു. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈം ആദ്യത്തെ പറഞ്ഞത്. രണ്ടാമത്തെ നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം. ഓക്കെ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ഈസ് ദ ടൈം ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസിസ് സർവീസ് ടിൽ ദ ടൈം ദാറ്റ് ദ ടെസ്റ്റ് ഈസ് സ്റ്റാർട്ടഡ്. ഉണ്ടോ? എന്താ പറഞ്ഞേക്കുന്നേ? പരിശോധന ആരംഭിക്കുന്നത് വരെ നമ്മുടെ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് സേവനത്തിൽ വന്ന സമയമാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. So the diagnostic is the time which the patient has come to the diagnosis service till the time that the test is started. അതായത് ഒരു പേഷ്യന്റ് അവിടെ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് വന്ന സമയം മുതൽ എവിടെ വരെ? ദ ടൈം ദാറ്റ് ഈസ് ടെസ്റ്റ് സ്റ്റാർട്ട്. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എടുക്കുന്ന സമയം. ഡയഗ്നോസ് ചെയ്യാനായിട്ട് എത്തിയ സമയം മുതൽ ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അതിനെടുക്കുന്ന ആ ഒരു ടൈം, ഇതിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. നമ്മൾ ലാബിലും ഒക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ബ്ലഡ് ഒക്കെ ആണെങ്കിൽ കൊടുത്ത് അതിന്റെ ഒരു യൂറിനും ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാനോ അതിനൊക്കെ കൊടുക്കുമല്ലോ. നമ്മളത് കൊടുത്ത് നമുക്കത് ആ ടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം. ഇതൊക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഫോർമുലാസ് ഒക്കെ നേരെ കിടക്കുന്ന ഫോർമുലാസ് ആണ്, നമുക്കൊന്ന് വായിച്ച് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇനി ഞാൻ 2-3 വട്ടം വായിക്കണം, നിങ്ങളും അതിന്റെ കൂടെ ഒന്ന് വായിച്ചു പൊക്കോട്ടെ. ഒറ്റയടിക്ക് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പൊ അവകാശം നന്നാണ്, 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ച് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ഓൾറെഡി ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചു പോകാം. എന്തായാലും ഫോർമുലാസ് ആയതുകൊണ്ട് എന്തായാലും ആൻസർ അവിടെ കിടക്കുന്നുണ്ടല്ലോ, നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അതനുസരിച്ച് ഒന്നുകൂടി വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താണ്? സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക്കിൽ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത 24 നോക്കിയേ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അതറിയാലോ, ഇതുപോലെയൊക്കെ തന്നെ ഡിസ്ചാർജിനായിട്ട് എടുക്കുന്ന ടൈം അതൊന്ന് ടിക്കിട്ട് വെച്ചോ കേട്ടോ. ഡിസ്ചാർജിനായിട്ട് എടുക്കുന്ന ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്ന ടൈം. ഓക്കെ, നമ്മളിപ്പോ ഡിസ്ചാർജ് ഫോർമൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ആയി നമ്മളെ പേഷ്യന്റ് ആ ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെ എടുക്കുന്ന ഒരു ടൈം. The discharge process is considered to have initiated when the consultant formally
approves discharges and ends with the patient leaving the clinical unit. കൺസൾട്ടന്റ് ഡിസ്ചാർജ് ഔപചാരികമായിട്ട് അപ്രൂവ് ചെയ്യുകയും അംഗീകരിക്കുകയും, അതായത് ഡിസ്ചാർജ് പറഞ്ഞതിന് ശേഷം ഫോർമലായിട്ട് അത് അപ്രൂവ് ചെയ്യുകയും അംഗീകരിക്കുകയും ഡിസ്ചാർജ് approves discharge and ends with the patient leaving the clinical unit. അപ്പൊ ഫോർമലായിട്ട് ആ കൺസൾട്ടന്റ് ഡിസ്ചാർജ് അപ്രൂവ് ചെയ്ത സമയം മുതൽ ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ആവുന്നത് വരെയും അവരവിടെ നിന്ന് പോകുന്നത് വരെ എടുക്കുന്ന സമയം, ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്ന വരെയും എടുക്കുന്ന സമയം, അതിനാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതിന്റെ പെർസെന്റേജും നമ്മൾ ഇതിനകത്തൊരു മാനദണ്ഡമായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഡിസ്ചാർജ് ഒക്കെ രാവിലെ വന്ന് ഡോക്ടർ 8 മണിക്ക് റോൺസിന് വന്ന് ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞാലും ചിലപ്പോ ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോരാനായിട്ട് ചിലപ്പോ വൈകുന്നേരം ആവും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാടൊക്കെ നമ്മൾ ഈ വെയിറ്റിംഗ് വരുമ്പോഴൊക്കെ നമുക്കൊരു എന്താ പറയാ, എല്ലാവരും നമുക്കൊരു നെഗറ്റീവ് ഒരു ഇതായിരിക്കും. അങ്ങനെ അവർക്കൊരു നല്ലൊരു അംഗീകാരം കൊടുക്കാനായിട്ട് ഈ ഒരു ഇതും കൂടിയൊക്കെ കൺസിഡർ ചെയ്യും എന്നത് നിങ്ങൾ ഓരോ ഫോർമുലയും പഠിക്കുമ്പോൾ നിങ്ങൾ അത് വെച്ച് ഒന്ന് മനസ്സിലാക്കി പോവാട്ടോ. അതങ്ങനെ ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, അതായത് ഇങ്ങനെയുള്ള ഫോർമുലകളൊക്കെ അവർ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അതിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കിയിട്ടാണ് ഈ നാബൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ അളക്കുന്ന ചില മാനദണ്ഡങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓരോ ഫോർമുലാസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 25. Percentage of medical records having incomplete and or improper consent. Consent എന്ന് വെച്ചാൽ സമ്മതം എന്നുള്ളത്. സമ്മതം എന്താ പറഞ്ഞേക്കുന്നത്, percentage of medical records having incomplete ആയത് or improper ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ അതിന്റെ പെർസെന്റേജ്. Okay, informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefits, alternative procedure or treatment with their risk and benefits, so as to make the patient able to take an informed decision of his or her health care. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് ഈ നമ്മുടെ പേഷ്യൻസിനോട് അതിന്റെ നമ്മുടെ ട്രീറ്റ്മെന്റ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റിസ്കുകൾ, എന്തെങ്കിലും പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടെങ്കിൽ, അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ, അതുപോലെ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ, ഇതെല്ലാം ഷെയർ ചെയ്ത് പറയേണ്ടത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, രോഗിക്ക് അതിന്റെ അപകട സാധ്യതയുള്ളതും നേട്ടങ്ങളും അതിന്റെ ബെനിഫിറ്റ്സും ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയറും എല്ലാം ഷെയർ ചെയ്യുക, അവരോട് പറയുക എന്നുള്ളത് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതായത് പേഷ്യൻസിന് അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രൊസീജിയർ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു അവകാശം ഉണ്ട് അവർക്ക്. അപ്പൊ അത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഒരു ബാധ്യതയാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണെന്ന് പറയാം. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് അദ്ദേഹം നോക്കിയേ, സോ ആസ് ടു മേക്ക് ദ പേഷ്യന്റ് ഏബിൾ ടു ടേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ ഓഫ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് കെയർ. അതനുസരിച്ച് അപ്പൊ അവിടുന്ന് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ തരുന്ന ആ ഇൻഫർമേഷൻ അനുസരിച്ച് തന്നെ പേഷ്യന്റിന് എന്താ നമ്മൾക്കിടെ ഹെൽത്ത് കെയറിനെ കുറിച്ച് ഉള്ള ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് തരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ, വേറെ ട്രീറ്റ്മെന്റ് കൊടുക്കണോ, അത് വേറെ എന്തെങ്കിലും വേണോ, അങ്ങനെ നമുക്ക് ആ പേഷ്യന്റിനെ എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. അവരുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഡിസിഷൻ പേഷ്യന്റിന് അവിടെ
എടുക്കാൻ പറ്റും. അതിന്റെ ഒരു പെർസെന്റേജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം അങ്ങനെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഒക്കെ അവർക്കുടെ ഡ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന്റെയൊക്കെ പെർസെന്റേജ് എത്രയാണ്. ഓക്കെ, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ് then ഡിവൈഡഡ് ബൈ അതിനെന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. അപ്പൊ നമ്പർ ഓഫ് ഡിസ്ചാർജ് മൊത്തം അവിടെ ഇപ്പൊ ഇങ്ങനെ ഇംപ്രോപ്പർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സമ്മതങ്ങള് അല്ലെങ്കിൽ ചിലപ്പോ അവര് വേണമെങ്കിൽ എന്താ പറയാ ഇങ്ങനെ ഇത് കൊടുക്കാം. നമ്മളിപ്പോ ഹെൽത്ത് കെയർ പ്രൊവൈഡർ പറയുന്നതിന്റെ അനുസരിച്ച് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മുടെ പേഷ്യൻസിന് അവർക്ക് അവകാശം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കറക്റ്റ് നമ്മുടെ ട്രീറ്റ്മെന്റിന് എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ള ഡിസിഷൻ എടുക്കാനുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഫലവത്താകുന്നു എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആ മെഡിക്കൽ റെക്കോർഡ്സുകൾ അതിന്റെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഡിസ്ചാർജ് മൊത്തം ഡിസ്ചാർജ് ചെയ്ത ആളുകളുടെ എണ്ണം ആൻഡ് ഡെത്ത് ഡിസ്ചാർജോ അത് മരിച്ചു പോയ ആളുകളുടെയൊക്കെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുക. അഞ്ചാമത്തെ 24 നിങ്ങൾ അടയാളപ്പെടുത്തിയായിരുന്നോ? 24 അതൊന്ന് ടിക്കറ്റ് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നുള്ളത് 24 ഒന്ന് ഇടുക, ടിക്കറ്റ് വെക്കാം. ഇനി 25 നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയേ 26 സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ഔട്ട് കേട്ടിട്ടില്ലേ? സ്റ്റോക്ക് ഔട്ട് ആണ് മെഡിസിൻ സ്റ്റോക്ക് ഔട്ട് ആണെന്നൊക്കെ. സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ. ഇതാണ് ആ മെഡിസിൻ, എമർജൻസി മെഡിസിൻസ് സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ. ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻസിനൊക്കെ എന്തായാലും നമ്മൾ സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് ഇത്. എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എമർജൻസി ആയിട്ട് വന്നാലും അതിന് കൊടുക്കാനുള്ള മെഡിസിൻ അവിടെ അവൈലബിൾ ആയിരിക്കണം ഹോസ്പിറ്റലിൽ. നമ്മൾ അത്ര എമർജൻസി ആയിട്ടായിരിക്കും പേഷ്യൻസിനെ കൂടെ ചെല്ലുന്നത്. ഇപ്പൊ പാമ്പ് ഒക്കെ കടിച്ച് അതിനുള്ള ആന്റിവെനം ഇതൊക്കെ നമ്മള് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എമർജൻസി മെഡിക്കേഷൻ ഏതാണെങ്കിലും കേട്ടോ, ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ, ഏതാണെങ്കിലും എമർജൻസി മെഡിക്കേഷന്റെ സ്റ്റോക്ക് ഔട്ട് റേറ്റ്, അതായത് അത് നിലവിലില്ലാത്ത ഒരവസ്ഥ, അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നെഗറ്റീവ് കാര്യമല്ലേ. എമർജൻസി മെഡിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. A stock out is an event which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. അതായത് ആ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് ആ മരുന്നുകൾ അവിടെ ഇല്ലാത്ത ഒരവസ്ഥ, സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരവസ്ഥ, സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരവസ്ഥ. ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന രീതിയിൽ ഓർഗനൈസേഷൻ അടിയന്തരമായിട്ട് എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആ മരുന്നുകൾ അത് അവിടെ ലഭ്യമല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഫോർമുല നോക്കി അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ് ഇൻ എ ഹോസ്പിറ്റൽ formulary into 100 into 100. Okay, അതായത് നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകൾ അതിന്റെ എണ്ണം, അതിലെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത മരുന്നുകളില്ലേ, അതിലിപ്പോ എല്ലാ മരുന്നുകളും അവിടെ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലിസ്റ്റ് ചെയ്ത കുറെ മരുന്നുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് എമർജൻസി ഡ്രഗ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് ഡ്രഗ് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ നമ്മൾ അതിനകത്തൊരു 50 മരുന്ന് എമർജൻസി ഡ്രഗ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചാർട്ടിലുണ്ട്. പക്ഷെ അതിൽ ചിലപ്പോ നമുക്ക് 10-20 എണ്ണമൊക്കെ ചിലപ്പോ ഉണ്ടാവുള്ളൂ, സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഔട്ട് കുറയുക എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ മരുന്നില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇതാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ.
ഒരു നെഗറ്റീവ് ഇതാണ്. അപ്പൊ അവർക്ക് എല്ലാനും മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ല, പ്രോപ്പർ ആയിട്ട് എല്ലാനും ഓർഡർ അല്ല എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാം. അതൊക്കെ നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമൊക്കെ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ ഡ്രഗ്സുകളാണോ, അത് നമ്മൾ സ്റ്റോറുകളൊക്കെ പറഞ്ഞില്ലേ, ഓരോ മാനേജ്മെന്റിലൊക്കെ ഓരോ മരുന്നുകൾ ഏതൊക്കെയാണോ തീരുന്നത് അതിന്റെ അനുസരിച്ചൊക്കെ എന്ത് ചെയ്യണം, അത് പർച്ചേസ് ചെയ്ത് അവിടെ സ്റ്റോക്ക് വെക്കണം എന്നുള്ളത് അതൊരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളാണ്. മെറ്റീരിയൽ മാനേജ്മെന്റിലൊക്കെ നമ്മൾ കുറെ ഡീറ്റെയിൽസ് ആയിട്ട് അത് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി ഡ്രഗ്സിന്റെ എണ്ണത്തെ മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുള്ള എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി നോക്കിയേ 27 number of variation observed in mock drills. mock drill എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? mock drill എന്നുള്ളത് mock drill ഇല്ല, അവ കേട്ടിട്ടില്ലേ? എന്താ എമർജൻസി സിറ്റുവേഷൻ, ഏത് തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ അതിനെതിരായിട്ട് നമ്മളൊരു പ്രിപ്പയർനെസ്, ഒരു പ്രിപ്പയർ ആവാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അതിന് മുന്നിട്ട് നമ്മൾ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് മോക്ക് ഡ്രിൽ. ഏത് തരത്തിലുള്ള ഇവന്റ് ആണെങ്കിലും, ഇപ്പൊ നമ്മള് ഇതിനകത്ത് പറയുന്നുണ്ട് കുഡ് ബി ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ, ഇവന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും എന്താണ് അതിന്റെ ഒരു തയ്യാറെടുപ്പിന്റെ ഒരു സ്റ്റിമുലേഷൻ വ്യായാമമാണ് ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഈസ് എ സ്റ്റിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർനെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് തരത്തിലുള്ള സംഭവമാണെങ്കിലും അതിനെ പ്രതിരോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മുടെ ബസ്സുകളിലൊക്കെ ആണെങ്കിലും എമർജൻസി എക്സിറ്റ് കണ്ടിട്ടില്ലേ? അത് എന്തിനാ അങ്ങനെ വെച്ചേക്കണേ? എമർജൻസി വരുവാണെങ്കിൽ അല്ലെ, അതിനെതിരായിട്ട് ഒരു മുൻകരുതലായിട്ട് വെച്ചേക്കുന്ന കാര്യം. ഈ ഹോസ്പിറ്റലിലൊക്കെ ഫയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് ഫയർ എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എമർജൻസി എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നും വരുവാണെങ്കിൽ അതിന് ആ ഒരു ഇവന്റിന് നമുക്ക് എങ്ങനെ ഇതാക്കി ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മോക്ക് ഡ്രിൽ ഈസ് എ സ്റ്റിമുലേഷൻ എക്സസൈസ്. ഒരു സ്റ്റിമുലേഷൻ എക്സസൈസ് ആണ്. എന്തിനാ? ഓഫ് പ്രിപ്പയർനെസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് തരത്തിലുള്ള ഇവന്റ് ആണെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഒരു സ്റ്റിമുലേഷൻ എക്സസൈസ് ആണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഇതെന്താ? ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ ഡിസാസ്റ്റർ. ഇതൊരു ചെറിയൊരു സംഭവമാകാം, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ ആകാം. ദിസ് ഈസ് ബേസിക്കലി എ ഡ്രൈ റൺ ഓവർ പ്രിപ്പയർനെസ് ഡ്രിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഫയർ മോക്ക് ഡ്രിൽ, ഡിസാസ്റ്റർ മോക്ക് ഡ്രിൽ. ഫയർ വരുമ്പോൾ അതിനെതിരായിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഡിസാസ്റ്ററിനെ ഇതായിട്ട് ഡിസാസ്റ്റർ ഡ്രിൽ. കോഡ് ബ്ലൂ ഡ്രിൽ എന്ന് വെച്ചാൽ പറഞ്ഞേക്കുന്നത് കോഡ് ബ്ലൂ മെഡിക്കൽ എമർജൻസി ആണ് കേട്ടോ. മെഡിക്കൽ എമർജൻസി, കാർഡിയാക് അറസ്റ്റ്, റെസ്പിറേറ്ററി അറസ്റ്റ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ. ഗ്ലോബൽ പാൻഡമിക് പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ പ്രിപ്പയർനെസ് ഡ്രില്ല്, ഇതിനൊക്കെ നമ്മളെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു തയ്യാറെടുപ്പ്, അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ടോ? ഞാനിവിടെ ഷെയർ ചെയ്തിട്ട് നോട്ടില് ഇക്വേഷൻ ഇല്ല. നിങ്ങളുടെ ഇക്വേഷൻ ഉണ്ടോ? നോക്കിയേ, ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ നേരിടാനുള്ള പരിശീലനം. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തം, അത് ഇവന്റോ ഡിസാസ്റ്റർ എന്തായാലും അതിനെ നേരിടാൻ നമുക്ക് കിട്ടുന്ന ഒരു പരിശീലനമാണ് ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. എത്തുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ, എക്സാമ്പിൾ ഫോർമുല ഒന്ന് കറക്റ്റ് ആണോ നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ, അവിടെ ഡിനോമിനേറ്റർ ഉണ്ടോ? നിങ്ങളുടെ പ്രിന്റ് നോട്ടിലെ ഡിനോമിനേറ്റർ അവിടെ കിടക്കുന്നുണ്ടോ? ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ? ഇല്ല. കഴിഞ്ഞ ബാച്ചിലാണ് ചോദിച്ചത്. നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷനിൽ അവർ പറഞ്ഞേ പ്രിന്റ് നോട്ടിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പിന്നെ എടുത്ത് ചോദിച്ചേട്ടോ. അപ്പൊ അതൊന്നും അവിടെ എഴുതി വെച്ചോ നിങ്ങൾ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ ഡിനോമിനേറ്ററിൽ വരുന്നതാണ് കേട്ടോ ഞാൻ പറയണേ. ടോട്ടൽ
total number of observation made. അവിടെ മൊത്തം ഉണ്ടായ ഒബ്സർവേഷൻ എണ്ണം made into 100. Total number of observation made into 100. Okay, correct ചെയ്തില്ല എല്ലാവരും? Total number of total number of variation observed in a mock drill divided by total number of observation made into 100. Okay, അപ്പൊ ഇത്രയും ഫോർമുല 27 എണ്ണം നമ്മുടെ തീർച്ചയായിട്ടുണ്ട്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 32 എണ്ണം നമുക്ക് ഉള്ളത് ഫോർമുല 32 എണ്ണം ഉണ്ട്. പിന്നെ അടുത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇനി വന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് തീർക്കാം. പിന്നെ ഒരു ചാപ്റ്റർ നമുക്ക് അത് ഞാനിപ്പോ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നമുക്ക് ഹൗസ് കീപ്പിംഗ് ആയിരിക്കും അടുത്തത് എടുക്കേണ്ടത്. ഹൗസ് കീപ്പിംഗ് സർവീസ് അത് നാളെ ഞാൻ പറയാം. തിങ്കളാഴ്ചത്തേക്ക് മതിയല്ലോ. ജസ്റ്റ് ഒന്ന് ഇതിന്റെ അടുത്ത് ഒന്ന് കയ്യിൽ വെച്ചേക്കാം. നാളെ ഞാനത് കൺഫേം ആക്കിയിട്ട് പറയാം. അപ്പൊ ഇത്രയും ഇത് ഫോർമുലാസ് ഉണ്ട്. നിങ്ങൾ ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് വായിക്കാം. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. ഇപ്പൊ 27 വരെ നമ്മൾ തീർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്ന് എടുത്തതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് വേഗം ഒന്ന് നോക്കി നിങ്ങൾ പ്രിന്റ് നോട്ട് ഒന്ന് ഇവിടെ ജോബി വെരി ഗുഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തേ കേട്ടോ. 14, 16, 17, 19, 21, 23, 24. ഓക്കെ, കറക്റ്റ് അല്ലേ? 24 വരെയുള്ള അതിനകത്ത് ടിക്ക് ഇട്ടതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ടിക്ക് ഇട്ട് ഒന്ന് പഠിക്കാൻ പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുകയാണെങ്കിൽ അതായത് ഈ സെക്ഷൻ നിങ്ങൾ വേറെ നോക്കണ്ട കേട്ടോ. പാരഗ്രാഫ് ഒന്നും അങ്ങനെ നോക്കണ്ട. ഈ ഒരു സെക്ഷനിൽ നമുക്ക് നമ്മൾ ടിക്കറ്റ് വെച്ചതും മറ്റത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ എഴുതാനിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എങ്ങനെ നമുക്ക് അത് കറക്റ്റ് ആൻസർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊന്ന് നോക്കാം. നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് പ്രത്യേകം നോക്കി പഠിക്കാം കേട്ടോ. ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഫുള്ള് ഫോർമുലാസിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് നോക്കി തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു സെക്ഷൻ നമ്മുടെ അത്രയും ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയത് നമുക്ക് അടുത്ത് ബിനോയ് ഇടയ്ക്ക് കുറെ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടാവും. അതില് പിള്ളേരെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി ആളുകളൊക്കെ കുട്ടികളൊക്കെ ഇന്റർവ്യൂവിന് നമ്മുടെ ഓൺ ദ ടൈം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കോഴ്സ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ ഒത്തിരി പേരുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ബിനോയ് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടി ബിനോയ് പറഞ്ഞായിരുന്നു ഇന്റർവ്യൂവിന് 4 പേരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്ന് മെസ്സേജ് ഇട്ടതാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു 7th ബാച്ചില് കുട്ടി ഇതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോയി. അവർക്ക് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ ജോയിൻ ചെയ്യാന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. അവിടെ വിളിച്ചില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിച്ചില്ലായിരുന്നു ബിനയിനെ. അപ്പൊ അങ്ങനെ ഒത്തിരി പേർക്ക് നമ്മുടെ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുന്നുണ്ട്. അവര് സന്തോഷം കൊണ്ട് അതപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് സാറിനെയൊക്കെ നേരിട്ട് വിളിച്ച് അവര് പറയുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നമുക്കൊരു ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കോഴ്സ് കഴിയും. പിന്നെ അധികം വൈകാതെ തന്നെ എക്സാം ഉണ്ടാവും. എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത് പറയാം, ഡേറ്റ് ഒന്നും നിങ്ങളുടെ കിട്ടിയിട്ടില്ല. അപ്പൊ അതോടുകൂടി നിങ്ങൾക്ക് ഇനിയിപ്പോ കഴിഞ്ഞല്ലോ, നിങ്ങൾ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെയായിട്ടൊക്കെ ജോലി കയറാനുള്ളതൊക്കെ ഇപ്പോഴേ തുടങ്ങി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ആരെങ്കിലൊക്കെ പറഞ്ഞോ ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ കോഴ്സ് ചെയ്യാണ്, ഈ മാസം എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും, എക്സാം ആണെന്നൊക്കെ ഉള്ളതേ ഒക്കെ ഒന്ന് നോക്കി നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ എന്റെ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ നമുക്ക് കയറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇനിയിപ്പോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ഒരു കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാലോ കോഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യും, ഒരു മാസം കഴിയും, ജസ്റ്റ് എക്സാം ഉള്ളൂ എന്നുള്ളത് പറയാലോ. ഒന്ന് അന്വേഷിച്ച് വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഞാൻ പറയാം കേട്ടോ ഏത് ചാപ്റ്റർ ആണ്.
സർട്ടിഫിക്കറ്റ് കിട്ടി അടുത്ത ദിവസം തന്നെ ഇന്റർവ്യൂ. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. ഓക്കെ, താങ്ക് യു.